ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ആപത്താണ് ഈ ഡ്രഗുകളുടെ പിന്നാലെ ഒരു സമൂഹം പോകുന്നത്. പുതിയ തലമുറ പ്രത്യേകിച്ച് ഡ്രഗ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു കോമൺ ഫിനോമിനനായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇവർ ഡ്രഗിൻ്റെ പിന്നാലെ പോകുന്നത്? അവർക്ക് ആരോഗ്യത്തിൻ്റെ കംഫർട്ട് ലെവൽ വളരെ കുറവായതുകൊണ്ടാണ്. സുഖം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്രഗ് ഉപയോഗിക്കുന്നത്, വേറൊരു കാര്യത്തിന് വേണ്ടി ഡ്രഗ് ഉപയോഗിക്കില്ല. അപ്പോൾ സുഖമില്ലാത്തൊരവസ്ഥ, ചില ആൾക്കാർ ഡ്രഗ് ഉപയോഗിച്ച് അവർ സുഖം കണ്ടെത്തുന്നു, മറ്റൊരാൾക്കാർ ആശുപത്രിയിൽ പോയി എന്താണെന്ന് മനസ്സിലാവാതെ ആശുപത്രിയിൽ പോയി മരുന്നുകൾ ഉപയോഗിച്ച് താൽക്കാലിക സുഖം കണ്ടെത്തുന്നു. പക്ഷെ ഒരു വെൽനസ് ക്ലിനിക്കിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. വെൽനസ് ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമൻ ബോഡി പ്രവർത്തിക്കുന്നത് 79 ഓർഗൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. 79 ഓർഗൻസും കൃത്യമായി പ്രവർത്തിപ്പിച്ചാൽ യാതൊരു തരത്തിലുള്ള സുഖക്കുറവും അവൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. യാതൊരു തരത്തിലുള്ളതായ ബാക്ടീരിയാസും രോഗാണുക്കളും അവൻ്റെ ശരീരത്തിലേക്ക് കടക്കുകയില്ല. കാരണം നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ടൊരു പ്രിവെൻറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. ഈ പ്രിവെൻറ്റീവ് കപ്പാസിറ്റി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് രോഗാവസ്ഥയിൽ നിന്നും അവനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മരുന്നുകൾ കൊടുത്ത് ചികിത്സ നടത്തുന്ന ഒരു ഹോസ്പിറ്റലല്ല അവിടെ. എന്തെന്നാൽ ആശുപത്രികൾ മരുന്നുകൾ കൊടുക്കുന്നത് രോഗം ചികിത്സിക്കാനാണ്. ഞങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ ആളുകളും ഒരേ രീതിയിൽ തന്നെ ഞങ്ങൾ കാണുന്നത്. അവരുടെ പ്രവർത്തിക്കാത്ത അവയവങ്ങൾ ഏതൊക്കെയാണോ അതിനെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഉപകരണങ്ങളാണോ വേണ്ടത്, ആ ഉപകരണങ്ങളുടെ സഹായത്തോടെ മരുന്നുകൾ ഉപയോഗിക്കാതെ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ പ്രവർത്തിപ്പിച്ചെടുക്കാൻ പറ്റും, അവൻ്റെ പെർഫോമൻസ് ലെവൽ മാക്സിമത്തിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും. അങ്ങനെ എത്തിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ ഡ്രഗിൻ്റെ പിന്നാലെ പോവില്ല, അവൾ ഡ്രഗിൻ്റെ പിന്നാലെ പോവില്ല, അവർക്കൊരു PCOD പ്രോബ്ലം ഉണ്ടാവില്ല, അവർക്കൊരു തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല, കിഡ്നി പ്രോബ്ലം ഉണ്ടാവില്ല. ഈ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലൊരു ശതമാനം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലിയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, മോശമായി അഭിനയിപ്പിച്ചുകൊണ്ട്, മോശമായി കൊണ്ടു നടന്നുകൊണ്ട് നമ്മൾക്ക് ഒരു രോഗം വരുത്തിയെടുക്കണേക്കാൾ വളരെ ഭേദമാണ് രോഗം വരാത്ത രീതിയിൽ ഈ അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, ഇപ്പം അവയവങ്ങളുടെ പ്രവർത്തനം 79 അവയവങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ജനിച്ചു കഴിഞ്ഞ് ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ഈ 79 പ്രവർത്തിക്കത്തില്ലേ? 79 പ്രവർത്തിപ്പിക്കണം. കുഞ്ഞായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നതും വലുതാകുമ്പോൾ പ്രവർത്തിക്കുന്നതുമായിട്ട് ഹോഴ്സ് പവറിന് വ്യത്യാസം എന്തായാലും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൽ 16 വൈറ്റമിനും 9 മിനറൽസും കൃത്യമായ തോതിൽ നമ്മുടെ ശരീരത്തിന് അബ്സോർവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു രോഗവും നമ്മളെ ബാധിക്കില്ല. എന്നാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഈ വൈറ്റമിൻസിനെയും മിനറൽസിനെയും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായ പ്രവർത്തനം ആ അവയവങ്ങൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പാവയ്ക്ക കഴിക്കുമ്പോൾ ക്രോമിയം ഉണ്ടെന്ന് കണക്കായി കഴിക്കുന്നു. പക്ഷേ ക്രോമിയം അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ മെറ്റബോളിക് റേറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ ക്രോമിയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. മരുന്ന് കഴിക്കുമ്പോൾ എന്താണ്, മരുന്നിൻ്റെ ഉള്ളിലൊരു ഡ്രഗുണ്ട്. ആ ഡ്രഗ് മരുന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കും. അപ്പോൾ അബ്സോർബ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, അത് ഓവർലോഡ് ആവും. കാലക്രമേണ ആ അവയവം പ്രവർത്തനരഹിതമാകും. അതാണ് മരുന്നുകൾ കൊണ്ടുണ്ടാവുന്നത്. അപ്പം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൽ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുവേണ്ടി എക്യുപ്മെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ PCOD എന്ന് പറഞ്ഞു, ഒരു വലിയ വിഭാഗം യുവതലമുറ പറയുന്ന, പ്രഗ്നൻസി അതിന് മുന്നേ ഒക്കെ ആയിട്ട് പറയുന്നതാണ്, എനിക്ക് PCOD ഉണ്ട്, എനിക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പല കാര്യങ്ങൾ. PCOD പോലെയുള്ള രോഗങ്ങൾക്ക് ഇങ്ങനെ ഡോക്ടർ പറയുന്ന എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നാണോ? കാരണം അല്ലാതെ ഞാൻ ഹോർമോണൽ ചികിത്സകളാണ് കേട്ടേക്കുന്നത്. അത് ഞങ്ങളുടെ ചികിത്സാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കാര്യം പറഞ്ഞാൽ ഡോക്ടർ അപർണ അതിന് സ്യൂട്ടബിൾ ആയിട്ട് ആളാണ്. സോ ഡോക്ടർ അപർണ ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. PCOD പോലത്തെ കാര്യങ്ങൾക്ക് ഇന്ന് പല കുട്ടികളിലും PCOD കണ്ടുവരുന്ന മേജർ റീസൺ നമ്മുടെ ഫുഡ് സ്റ്റൈലിലുണ്ടാകുന്ന ഒരു ഫുഡ് ഹാബിറ്റാണ് മെയിൻ റീസണായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കൂടുതലായിട്ട് ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചിക്കൻ എല്ലാം ഈസ്ട്രജൻ ഇൻജെക്റ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇത് നമ്മുടെ ബോഡിയിലെ ഇത് കുട്ടികൾ ഒരുപാട് എടുക്കുമ്പോൾ ഒബീസിറ്റി, ഇപ്പം കുട്ടികൾക്ക് പഴയതുപോലുള്ള ആക്ടിവിറ്റീസ് വളരെ കുറവാണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോഴത്തേക്കും അവരുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് PCOD പോലുള്ള പ്രോബ്ലംസിലേക്ക് നയിക്കുന്നത്. അതിന് പ്രധാനമായും ഞങ്ങൾ സഞ്ജീവനിയിൽ വെൽനെസ്സിൻ്റെ ആസ്പെക്റ്റിൽ ചെയ്തു വരുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് പോലുള്ള ട്രെയിനിങ് കൊടുക്കുകയും അവരുടെ ബോഡി വെയ്റ്റ് ആഫ്റ്റർ ഒരു BCA കൺസൾട്ടേഷന് ശേഷം ഞങ്ങൾ അവരുടെ ബോഡി വെയ്റ്റ്, ഇപ്പോൾ കറണ്ട് ബോഡി വെയ്റ്റ് എത്രയാണ്, അവരുടെ ബോഡി ഫാറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളൊരു പ്രോട്ടോക്കോൾ തയ്യാറാക്കുകയും അതിൻ്റെ ബേസിസിൽ നമ്മളൊരു വെൽനെസ്
പ്രോട്ടോകോൾ തയ്യാറാക്കി അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ PCOD പെൺകുട്ടികളിൽ നമ്മളത് കാണുന്നതുണ്ട്. അപ്പം ഈ ചിക്കൻ പോലെയുള്ള ഒരുപാട് ഹോർമോണൽ അങ്ങനത്തെ ചിക്കനൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അപ്പം ഈ ഒരു പ്രായത്തിലെ ആൺകുട്ടികളിൽ ഇത്തരം ഫുഡുകൾ എടുക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആൺകുട്ടികൾ പുതിയ തലമുറയിൽപ്പെട്ടതായ 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളത് ആൺകുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് സെക്ഷൽ ഇമ്പോർട്ടൻസി. സെക്ഷൽ ഇമ്പോർട്ടൻസിയുടെ കാരണം കൊണ്ടാണ് നല്ലൊരു ശതമാനം ആളുകൾ ഈ ഡ്രഗിൻ്റെ പിന്നാലെ പോകുന്നതും. ഈ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗിൻ്റെ പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ ആയുസ് നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്താഗതി അവർക്കില്ല. കാരണം സുഖത്തിനാണ് എന്നും പ്രാധാന്യമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ സഞ്ജീവിനി ലൈഫ് കെയർ വില്ലേജ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടേതായ പൂർണ്ണമായ രീതിയിലേക്ക് അവയവങ്ങളെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ തരം എക്യുപ്മെൻറ്റുകൾ ഉപയോഗിച്ച് വിവിധ തരം തെറാപ്പികൾ കൊടുക്കുകയാണ്. ആ തെറാപ്പികളിൽ നമ്മൾ ഒരു ദിവസത്തിൽ ഏകദേശം 6 മുതൽ 7 മണിക്കൂർ വരെ തെറാപ്പികളായിരിക്കും. അത്രയും തന്നെ സമയം റെസ്റ്റ് ആയിരിക്കും. 10 hours സ്ലീപ്പിങ്ങിനാണ് ഉള്ളത്. അപ്പോൾ ഒരു ദിവസത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കറക്റ്റായ രീതിയിൽ അവരെ തരംതിരിച്ച് ഓരോന്നായിട്ട് അവർക്ക് സുഖപ്പെടുത്തിയെടുക്കാനും അത് ബിഫോർ ആഫ്റ്റർ എന്നുള്ള സ്റ്റേജിൽ റെക്കോർഡിക്കലി പ്രൂവ് ചെയ്ത് കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്നതായ ഉപകരണങ്ങൾ നല്ലൊരു ശതമാനം സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഉപകരണങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കൊറോണ സമയത്ത് ലോകത്തിലുള്ളതായ സ്പോർട്സ് ഫ്രട്ടേണിറ്റിയിലുള്ളതായ 2% ആൾക്കാരെയാണ് കൊറോണ ബാധിച്ചുള്ളൂ. എന്താന്നാൽ അവർ ആരോഗ്യവാന്മാരായിരുന്നു. മറിച്ച് ഡെയിലി 5 കിലോമീറ്റർ നടക്കുന്നവനും യോഗ ചെയ്യുന്നവനും എന്ത് തരത്തിലുള്ളതായ നിത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൊറോണ ബാധിച്ചു. കൊറോണയ്ക്ക് അതൊന്നും കാരണമായിരുന്നില്ല. കൊറോണ ബാധിച്ചത് ആരോഗ്യമില്ലാത്ത ജനതകളുടെ അടുത്തേക്ക് പോയി. എവിടെയാണോ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളത് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആൾക്കാരെ മുഴുവനും കൊറോണ കയറി പിടിച്ചു. ഇമ്മ്യൂണിറ്റി പവർ നമ്മൾ കൂടണമെന്നുണ്ടെങ്കിൽ, ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പ്രത്യേകമായിട്ട് പ്രവർത്തന സജ്ജമാക്കണം. എല്ലാ മനുഷ്യനും എല്ലാ തരത്തിലുള്ള സേവിങ്സും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 1/2 മണിക്കൂർ ആരോഗ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കണം. ആരോഗ്യത്തിന് വേണ്ടി സേവ് ചെയ്ത് വയ്ക്കുമ്പോൾ 2 വർഷം കൂടുമ്പോൾ അവന് 15 ദിവസം കിട്ടും. ഈ 15 ദിവസം അവൻ്റെ ആരോഗ്യം അവൻ 2 കൊല്ലത്തിലൊരിക്കൽ സംരക്ഷിക്കണം. 2 കൊല്ലത്തിലൊരിക്കൽ അവൻ 15 ദിവസം അവൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചിലവാക്കിയില്ലെങ്കിൽ അവൻ 10-50 വയസ്സ് കഴിഞ്ഞതിന് മുൻപ് തന്നെ മാരകമായ രോഗങ്ങൾക്ക് അടിമയാവുന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാത്തരം സേവ് ചെയ്ത് പലതരത്തിലും സേവിങ്സ് നമുക്കുണ്ട്. ആരോഗ്യത്തിന് വേണ്ടി നമ്മളൊന്നും സേവ് ചെയ്യുന്നില്ല. രോഗം വരുമ്പോൾ ആശുപത്രിയിലേക്ക് ഓടുക എന്നതല്ലാതെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. ഇപ്പോൾ ഡോക്ടർ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആരോഗ്യം എന്ന് പറയുമ്പോൾ വെൽനെസ് എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല, മനസ്സിൽ നിന്നാണ് ശരീരത്തിൻ്റെ ആ ശക്തിയും ബലവും അതുപോലെ സന്തോഷവും വരുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ മനസ്സിൻ്റെ വെൽനെസ്, ഇപ്പം ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മനസ്സെന്ന് പറയുന്നൊരു സംഭവം ഇല്ല എന്ന്. മനസ്സെന്ന് സംഭവം ഇല്ല എന്നല്ല, മനസ്സ് എന്ന് പറഞ്ഞ ഒരു അവയവം നമുക്കില്ല. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ദ അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഔട്ട്പുട്ടിനെയാണ് മൈൻഡ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മൈൻഡ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു അവയവമല്ല മൈൻഡ് എന്നുള്ളത്. മൈൻഡിൽ അടങ്ങിയിട്ടുള്ളതായ പല അവയവങ്ങളുണ്ട്. നമ്മുടെ തലയിലുള്ളതായ പല അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് മൈൻഡ് എന്നുള്ളത് പറയണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ മൈൻഡ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കാണാൻ പറ്റാത്തത് ഒന്നാണെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹോസ്പിറ്റലത്തെ ഡോക്ടർ ചികിത്സിക്കുന്നത് മൈൻഡിനെയാണ്. മെൻ്റൽ ഹോസ്പിറ്റലത്തെ ഡോക്ടർ കൊടുക്കുന്ന മരുന്നും മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ മൈൻഡ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൻ്റെ ഓറയോ അല്ലെങ്കിൽ മറ്റേ ചിന്തിക്കാൻ പറ്റാത്തതോ കാണാത്തതോ ആയ സാധനമല്ല. മൈൻഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഓർഗൻ നമ്മുടെ ശരീരത്തിലില്ല. മൈൻഡ് എന്ന് പറഞ്ഞ ഓർഗൻ ശരീരത്തിലെ അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെൻ്റൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത് അവൻ്റെ അവയവങ്ങളെയാണ്. അതുകൊണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് മൈൻഡ് എവിടെയെന്ന് വെച്ചാൽ മൈൻഡിന് പറയാൻ പറ്റില്ല. മൈൻഡ് കാണാൻ പറ്റാത്ത ഒന്ന് ദൈവത്തിനെ പറ്റിയിട്ട് ആരും ദൈവത്തിനെ കണ്ടിട്ടില്ല. ചിലർ ശിവൻ പറയുന്നു, ചിലർ ക്രൈസ്റ്റ് പറയുന്നു, ചിലർ അതിന് പല മതത്തിലുള്ള ആൾക്കാർ ദൈവത്തെ പറ്റി പറയുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല എന്നതുപോലെയാണ് മൈൻഡിൻ്റെ കാര്യവും. അപ്പം മെൻ്റൽ വെൽനെസ് എന്നുള്ളത് സഞ്ജീവിനിയുടെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് മെൻ്റൽ വെൽനെസ്സിന് ഉപകരണങ്ങളുണ്ട്, മെൻ്റൽ വെൽനെസ്സിന് സൈക്കോളജിസ്റ്റുണ്ട്, മെൻ്റൽ വെൽനെസ്സിന് കൗൺസിലിംഗ് ഉണ്ട്. അതിനുവേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ആൾക്കാരെ ആരെയും സ്വീകരിക്കില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്നതായ കസ്റ്റമേഴ്സ് ആരായാലും അവൻ്റെ മെൻ്റൽ വെൽബീയിങ് പെർഫെക്റ്റ് ആക്കി ഓർഗൻസിൻ്റെ ടോട്ടൽ ബോഡി ഓർഗൻസിൻ്റെ പ്രവർത്തനം മാക്സിമം ആക്കി കൊടുത്ത് അവൻ പോകുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി പോകണമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുവരെ.